ഒരു നല്ല പൊതുപ്രവർത്തകനാകാൻ കഴിയും. ഒരുപക്ഷെ യുഡിഎഫ് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് ഒരു ഭൂരിപക്ഷത്തിലാണ് രമേശ് പിഷാരടി പാലക്കാട് ജയിച്ചു കയറിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ രമേശ് പിഷാരടി പാലക്കാടിന് റെഡിയായിരിക്കും. രാഹുൽ മാങ്കൂട്ട സംബന്ധമായിട്ടും രമേശ് പിഷാരടി സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. രമേശ് ഇനി സിനിമയിലേക്ക് വലുതായിട്ട് കാണൂല എന്നാണ് പുള്ളി പറയുന്നത്. ചിലപ്പോൾ നാടിന് വേണ്ടി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വേണ്ടി മാത്രമേ പോകത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഫണ്ടിന്റെ ഷോ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു പുള്ളി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടവും ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളാരും കണ്ടു കാണത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച് തരാം. ഇന്നലെ രാഹുലിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇവർ ആഘോഷിക്കുന്നത്. ഓൾറെഡി ഇവരെല്ലാം പ്ലാനും കാര്യങ്ങളുമായിരുന്നു നല്ല രീതിയിൽ. ഞാൻ എൻ്റെ വീഡിയോസിൽ അത് പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോയി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പുള്ളിക്ക് കൂടെ ഇറങ്ങണമെന്നും ഉണ്ടായിരുന്നു, കൂടെ ഇറങ്ങാൻ പ്ലാനും ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന BJP-കാരാണ്, പ്രത്യേകിച്ച് ശോഭനയാണ്, അത് വേറെ രീതിയിലോട്ട് അവർ കൊണ്ടുപോകും. അതുകൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്തതാണ് ആ ഒരു സംഭവം. അവർ ഒരുമിച്ചിലാണ് രണ്ടുപേരും കൂടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്ത് സന്തോഷത്തോടായിരുന്നു. രാഹുൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നത്. വേറെ ഒരാളായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ BJP-യുടെ കൂടെ പോയാൽ ആണോ അല്ലയോ, സ്വന്തം പാർട്ടി മാറ്റി നിർത്തിയിട്ട് പോലും പുറത്താക്കിയിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും ആ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഗണേഷ് കുമാറൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, എന്തായാലും രാഹുലിനെയും പിഷാരടിയും ഇഷ്ടപ്പെടുന്നവർ മാത്രം ഒന്ന് ചെയ്തേക്കുക, ഹൈപ്പുണ്ടായി കൊടുത്തേക്കുക, അഭിപ്രായങ്ങൾ താഴെ എഴുതുക. ഓക്കെ, എന്നിട്ട് പരമാവധി വീഡിയോ ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ ഞാൻ പറയാൻ അറിയാനുണ്ടല്ലോ, അങ്ങ് എത്തിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്തേക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് ഒന്ന് പോവാം. ഞാനത് വരുമ്പോഴേ എനിക്ക് എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങളെന്ന് വ്യക്തമായ ബോധ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുള്ളത്, അതിൽ സംശയമൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രചരണ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെല്ലാം വലിയ പ്രാധാന്യം കർഷക കാര്യത്തിന്റെയും മെഡിക്കോളിന്റെ കാര്യത്തിന്റെയും പിന്നെ വ്യക്തിപരമായ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ട്. അതൊക്കെ കൃത്യമായ ഒരു പ്രിഫറൻസ് ഓർഡറിൽ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ കഴിയുന്ന വിധം ശ്രമിക്കുക, പറ്റുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുക ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ഉദ്ദേശം. ഞാൻ ഭൂരിപക്ഷത്തെ കുറിച്ച് സത്യത്തിൽ വലിയ ടെൻഷനായിരുന്നു. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ ഭൂരിപക്ഷമില്ല. നമ്മൾ ഒരു വോട്ട് ജയിച്ചാലും വോട്ട് ജയിച്ചാലും ഒരേ സ്ഥാനത്താണ് പിന്നീട്. അങ്ങനെ ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പം ജയിക്കാനുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു മനുഷ്യനെയാണ് എല്ലാവരും കോമഡി പീസ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പിഷാരടി കോമഡി താരം വന്നിരിക്കുന്നത്, അവൻ മൊത്തം കോമഡിയാണ്. ഇവനൊക്കെ നിന്ന് എങ്ങനെ ജയിക്കുന്നു? ഇയാളുടെ ഓരോ സംസാര രീതിയിലാണെങ്കിൽ പോലും ആ പക്വത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതൊക്കെ ആർക്കും കിട്ടാത്ത ചില കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ വരുന്നവന്മാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടത്തും. ആൾക്കാരെ വെറും മണ്ടരാക്കുന്ന രീതിയിൽ പോലുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ കോട്ട തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. പക്ഷേ ഇയാൾ എത്ര ഭംഗിയായിട്ടാണ് അയാൾ ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സിനിമയെ കണ്ടു അതാണ് പിഷാരടി എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ തെറ്റി. പുള്ളി ഒരു വേറെ ലെവൽ സംഭവം തന്നെയാണ്. ഓക്കെ, നമുക്ക് ബാക്കി കൂടെ വെക്കാം. അങ്ങനെ അത് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ജനങ്ങൾ വലിയ ബോധ്യങ്ങളുള്ള ആളുകളാണ്. നമ്മൾ പ്രബുദ്ധരൊക്കെ ആളുകൾ കേരളത്തിലെ ജനങ്ങളെ വിളിക്കും. അതിനുശേഷം അതിലൊരു നേരത്തെ പറഞ്ഞ ഒരു ജനങ്ങൾ പൊളിറ്റിക്കൽ സ്ലേവറി അനുഭവിച്ചിരുന്നു. ഇവരെ ഗവൺമെന്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചും സ്വാധീനം ഉപയോഗിച്ചും ജനങ്ങളുടെ വ്യക്തി ജീവിതത്തിലും അത്തരമുള്ള കാര്യങ്ങളിലും വിമർശന സ്വാതന്ത്ര്യത്തിലും എല്ലാം ഇടപെടുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വലിയ രോഷം ഉണ്ടായിട്ടുണ്ട്. ആ രോഷം ഈ റിസൾട്ട് പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കങ്ങനെ മുന്നൊരുക്കങ്ങൾ എടുത്ത് വരാൻ പറ്റുന്ന ദൃഷ്ടിമത്സരമൊന്നും അല്ല ഇത്. നമ്മളെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ അധികം അഭിനയിക്കാതിരിക്കുക, ജെന്യുവിനായിരിക്കുക. ആളുകൾ നമ്മളെ അതെ, നമ്മൾ അഭിനയിക്കാതിരിക്കുക, ജെന്യുവനായിട്ടിരിക്കുക. പിഷാരടി തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ആരെയും വിമർശിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ പിഷാരടി സംസാരിക്കുന്ന ഓരോ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ ഇത് ആർക്കിട്ട കൊട്ടുന്നതെന്നുള്ള കാര്യം. മറ്റാരുമല്ല, ശോഭാ സുരേന്ദ്രൻ തന്നെ. കാരണം പുള്ളിയുടെ അഭിനയം കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടായിരുന്നു. അന്നാ പൈസ കൊടുക്കാൻ പോയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു എനിക്കറിയാവുന്ന ഒരു ചേച്ചിയുണ്ട്, ചേച്ചി നല്ല ആൻറ്റി, അമ്മയെന്നാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, ആൻറ്റിയുടെ അടുത്ത കൂട്ടുകാരിയാണ് ഈ പറഞ്ഞ ശോഭ. ആൻറ്റി വിളിച്ചപ്പം ശോഭ പറഞ്ഞൊരു കാര്യം, ഞാൻ തോറ്റുപോകും, എന്തായാലും ഈ ആക്ഷൻ ഞാൻ തോറ്റുപോകും, 100% ഉറപ്പാണ്. ആ ഒരു പൈസയുടെ കേസ് കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പുഷ്പം പോലും ജയിച്ചു പോകേണ്ട ഒരു മണ്ഡലമാണ്, പക്ഷേ ഞാൻ തോറ്റുപോകും. പാലക്കാടെന്ന് പറഞ്ഞ ഇലക്ഷനിൽ ഞാൻ പിഷാരടിയാണെങ്കിലും ശോഭയാണെങ്കിലും ആര് ജയിച്ചാലും കൂടി 2000-3000 വോട്ടേ നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ 10,000-ഓളം വോട്ട്, മനസ്സിലാക്കണം, 10,000-ഓളം വോട്ടിനാണ് ഇദ്ദേഹം ജയിച്ചത്. ഇയാൾ 8 നില പൊട്ടും ഞാൻ ഉൾപ്പെടെ പറഞ്ഞതാ. കാരണം രാഹുലിന്റെ വിഷയം നടക്കുന്നത്. പക്ഷേ VD സതീശന്റെ കോൺഫിഡൻസ് അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇതിനെല്ലാം ഇടയ്ക്ക് വന്നിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമായിരുന്നു. ഓക്കെ, നമുക്ക് അതിലോട്ട് പോകാം. രാഹുലിന്റെ വീഡിയോ ഉണ്ട് കേട്ടോ, അതിപ്പോൾ വരും. എന്തായാലും വെയിറ്റ് ചെയ്യും.
അടുത്തും കൂടെ കേൾക്കാം. അങ്ങനെയാണ് ഇനി നമുക്കൊരു 10-20 ദിവസമൊക്കെ ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റും, 5 കൊല്ലം അഭിനയിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഡയറക്ടർ വിളിച്ചത്. അപ്പോൾ അത് ഏറ്റവും ജെന്യുവിനായി ഞാൻ നിൽക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിനൊരു മുന്നൊരുക്കം ആവശ്യമില്ല. അത് നമ്മുടെ വ്യക്തിത്വത്തെ പുറത്തുള്ള ക്വാളിറ്റിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ നിന്നിട്ടുള്ളൂ. അത് ജനങ്ങൾ മനസ്സിലാക്കിയെന്നാണ് വിശ്വസിക്കുന്നത്. പല രീതിയിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്, പണിയുണ്ട്, അതൊക്കെയുണ്ട്. അപ്പൊ ഈ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് സിനിമ അഭിനയം മറ്റുമാണ്. അതൊക്കെ എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഉണ്ടാവില്ലെന്ന് തന്നെ പറയാൻ കാര്യം. ഏതാണ്ട് 5 വർഷത്തേക്ക് അങ്ങനെ തന്നെയാണ്. വരുമാനമാർഗ്ഗമില്ലാതാവും. അതാണ് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സത്യത്തിൽ എന്റെ ഭാവിയെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. ജനങ്ങളുണ്ടല്ലോ സ്റ്റേജ് പരിപാടികൾ കൂടെയാണോ 5 വർഷത്തേക്ക് മാറ്റിവെക്കാൻ? അങ്ങനെ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റേജ് പരിപാടികൾ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാനൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് കുറെ നാൾ ജോലി ചെയ്ത് ഒരു സ്ഥലത്ത് ഞാൻ ഒരാളായി. അതൊരു അസറ്റാണ്. ഇവിടെ വന്ന സമയത്ത് ഇയാൾ സിനിമാക്കാരനാണെന്ന് പറഞ്ഞത് വലിയ കുറവായിട്ട് പറഞ്ഞെങ്കിലും അത് സത്യത്തിൽ എന്റെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു അസറ്റാണ്. ആ അസറ്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് അവസരം വന്നാലും ഞാൻ ഉപയോഗിക്കും. ഒരാളുടെ പോയി അത് ഇവിടുത്തെ ഒരു ഗുണമാകുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് പോവുകയും ചെയ്യുകയും ചെയ്യും. വ്യക്തിപരമായ ആവശ്യത്തിൽ അങ്ങനെ തോന്നാൻ സാധ്യതയില്ല. അതിന്റെ ഒരു ലക്കം നീക്കിയിട്ട് കുറച്ച് നോക്കി വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉടനെ തന്നെ അതെല്ലാം റെഡിയാക്കും. ഫാമിലി കുട്ടികൾ മോളെ 10ാം ക്ലാസ്സിലാണ്. ഇപ്പോഴല്ല, ഞാൻ ഇവിടെ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ ഫാമിലിയിലേക്ക് വന്നാൽ എന്റെ കുറച്ച് സമയം ഫാമിലിക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതിലൂടെ ഞാൻ തന്നെ ഇവിടെ നിൽക്കുന്നതാണ്. പിന്നെ ഇപ്പം പോയി വരാവുന്നുള്ളൂ, രാത്രി രാവിലെ വരാവുന്ന ദൂരം. ഓക്കെ, ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലോട്ട് നമുക്ക് പോകാം. രാഹുൽ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കാം. എന്തായാലും നല്ലൊരു വർണ്ണം കാഴ്ചവെക്കട്ടെ അല്ലേ ഫിഷറടി? നല്ലൊരു വർണ്ണം കാഴ്ചവെക്കട്ടെ. നമുക്ക് രാഹുൽ പറയുന്നത് ജസ്റ്റ് നോക്കാം. പ്രത്യേകിച്ച് ദീർഘകാലത്തെ സുഹൃത്തു കൂടിയായ പിഷാരടി എംഎൽഎ ആകുന്നു എന്നുള്ളത് UDF പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായി CPM പ്രത്യേകമായ ശ്രമങ്ങൾ നടത്തിയിട്ടുമല്ല. പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നമ്മൾ രമേശ് പിഷാരടി എന്നൊരു കലാകാരൻ മാത്രമായി അടയാളപ്പെടുത്തുന്ന ഒരാളാണ്. അയാൾ നല്ല ഏതൊരു വിഷയത്തെ പറ്റി കൃത്യമായ രാഷ്ട്രീയ ധാരണകളും ക്ലാരിറ്റി ഓഫ് തോട്ടും ഒക്കെയുള്ള ഒരു നല്ല പൊതുപ്രവർത്തകനാകാൻ അദ്ദേഹത്തിന് കഴിയും. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു 10 വർഷക്കാലമായിട്ട് കേരളത്തിലെ ഏതൊരു UDF പ്രവർത്തകന്റെയും വലിയ ആഗ്രഹവും സ്വപ്നവുമാണ്. ഈ നിമിഷം ഏറ്റവും അധികം സന്തോഷിക്കുക ഉമ്മൻചാണ്ടി സാർ തൊട്ട് താഴെത്തട്ടുള്ള സാധാരണ പ്രവർത്തകർ വരെയായിരിക്കും. മുഖ്യമന്ത്രി പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിത കോട്ടയിൽ 6 റൗണ്ട് പിന്നിൽ നിൽക്കുന്നു. 1 ഡസനിലധികം മന്ത്രിമാർ പരാജയപ്പെടുന്നു. സത്യം, ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 10 വർഷം ആ മനുഷ്യൻ അനുഭവിച്ച പീഡനം. 10 വർഷം. ഈ അടുത്ത സമയത്ത് എന്താ പറയണ്ടേ, അദ്ദേഹം മരണപ്പെട്ടപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 1 മാസം മുമ്പ് CBI റിപ്പോർട്ട് ഇരുന്ന് മൊത്തം വായിച്ച് പുള്ളി പൊട്ടിക്കരഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹത്തിന്റെ പെയിന്. കാരണം ഒരു തെറ്റുപോലും ചെയ്യാത്തൊരു മനുഷ്യനെ ജനങ്ങളെല്ലാവരും കൂടെ മോശക്കാരാക്കി, മീഡിയക്കാർ മോശക്കാരാക്കി. അതുപോലത്തെ ഒരു വൃത്തിയായിട്ടൊരു പാർട്ടിയായിരുന്നു. അതിൻ്റെ ശിക്ഷ കിട്ടിയത് അവന് ഗണേഷ് കുമാറിന്. അനുഭവിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്, അനുഭവിക്കട്ടെ. കാരണം അദ്ദേഹത്തിന് അത്യാവശ്യം ഭരണം കൊള്ളായിരുന്നു. പക്ഷെ അഹങ്കാരം കൊണ്ടാണ് അദ്ദേഹം തോറ്റുപോയത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പിണറായി സഖാവിൽ നിന്ന് മണ്ഡലം ആദ്യത്തെ 6 പഞ്ചായത്തിലും ദേ കിടക്കുന്നു. വോട്ടില്ല, വോട്ട് കുറവ്. സ്വന്തം വീട് നിൽക്കുന്ന പഞ്ചായത്ത് മീൻസ് വാർഡിൽ പോലും വോട്ടില്ല അയാൾക്ക്. ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ PD സതീശൻ പറഞ്ഞ പോലെ 10, 12, 13 മന്ത്രിമാരെന്തായാലും തോറ്റുപോകുന്നു. അതുപോലെ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഇതുപോലൊരു തോൽവി ഈ ഒരു പാർട്ടിക്ക്. രാഹുൽ പറ, കേൾക്കട്ടെ. പാലക്കാട് 2 കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. പാലക്കാടിന്റെ ഹൃദയത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. തിരിച്ച് അദ്ദേഹവും പാലക്കാടിൽ നിന്നുള്ള ആ നല്ല ബന്ധത്തിന്റെ നല്ല ദിവസം. അല്ല, പിന്നെ ഈ രാഹുലിനെ കണ്ടു പഠിക്കണം നിങ്ങൾ കേട്ടോ. വേറൊരാളാണെങ്കിൽ സ്ഥാനം മോഹിക്കുന്നവന്മാരാണെങ്കിൽ വേറെടുത്ത് പോയി നിന്നനെ. പക്ഷെ ആരാണോ തനിക്ക് പകരം തന്നെ പുറത്താക്കിയ പാർട്ടി ഒരാൾ പാലക്കാട് കൊണ്ട് നിർത്തുന്ന ആ വ്യക്തി ജയിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. ഇത് കൈയടിക്കേണ്ട കാര്യങ്ങളാണ്. രാഹുൽ പാലക്കാടല്ല ഇനി അടുത്ത് ലക്ഷ്യം വെച്ചിരിക്കുന്ന അരൂരോ ഒരു സ്ഥലത്തെ പേര് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. സമയമുണ്ടല്ലോ. പാലക്കാട് പുതിയ MLA വന്നതിനകത്ത് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ദീർഘകാലത്തെ സുഹൃത്തു കൂടിയായ പിഷാരടി MLA ആകുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. കലാകാരന്മാർ ധാരാളമായി രാഷ്ട്രീയത്തിലേക്ക് വരാറുണ്ട്, ജനപ്രതിനിധികളാകാറുണ്ട്. പക്ഷേ കലാകാരൻ എന്നതിനപ്പുറം നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. നമ്മൾ രമേശ് പിഷാരടി തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ഒക്കെ അവർക്ക് മത്സരിച്ച സീറ്റുകളുടെ പ്രത്യേകത എല്ലാം കോട്ടകളാണ്. ആ കോട്ടകളിൽ തന്നെ പരാജയപ്പെടുന്നു. പയ്യന്നൂരിൽ പാർട്ടിയുടെ കണക്ക് അത് ഞങ്ങളുടെ കണക്കാണ്, ഞങ്ങളുടെ കണക്ക് ഞങ്ങൾക്ക് വേറെ ആരും ബോധ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞവർക്ക് കണക്കിന് ജനങ്ങൾ മറുപടി കൊടുക്കുന്നു. പിൻവാതിൽ നിയമനത്തിൽ ഒരുപാട് ഗ്ലോറിഫിക്കേഷൻസ്, ഞങ്ങൾ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്ന ഗ്ലോറിഫിക്കേഷൻസ് കൊടുക്കുകയും സ്വജനപക്ഷപാതത്തിനും പിന്നെ സ്ഥിരമായി സംസ്ഥാന സെക്രട്ടറിയുടെ പങ്കാളിക്ക് ഒരു സീറ്റ് റിസർവേഷനും ആ സീറ്റ് വഴി ഒരു മന്ത്രിസ്ഥാന റിസർവും ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നിടത്ത് മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ പങ്കാളിയും അതുപോലെ തന്നെ നിലവിലെ സംസ്ഥാന സെക്രട്ടറിയുടെ പങ്കാളിയും എല്ലാം പരാജയപ്പെടുത്തുന്നു. ജനങ്ങൾ തെരഞ്ഞു പിടിച്ച് ആളുകളെ പരാജയപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് വലിയ സന്തോഷമായി. അല്ല, വലിയ സന്തോഷമാണ്. കേരളം മുഴുവനായിട്ട് ഉണ്ടാക്കുന്ന വിജയമാണല്ലോ. ഏതെങ്കിലും
ഓക്കെ, എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഉടനെ തന്നെ പാർട്ടിയിൽ തിരിച്ചു വരുന്നതാണ്, അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് കോൺഗ്രസ്സുകാരെല്ലാവരും സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം ഒന്ന് അണയട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ഒന്ന് ചവിട്ടി നിൽക്കുകയാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ വന്ന് തീർന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ. കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ പ്രത്യേകം നന്ദി പറയേണ്ട ഒരു കാര്യങ്ങളാണ്. എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. പിഷാരടി ഓക്കെ, സിനിമാ ജീവിതം മാറ്റിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുവാണെങ്കിൽ ചുമ്മാ വാക്കുകൊണ്ട് മാത്രം അവരത് പ്രവൃത്തിയിലും കൂടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും MLA ആയിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ ബൈ.